മാംഗല്യം തന്തുനാനേന എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CKCയാണ് പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത് എന്നറിഞ്ഞിട്ടും എന്താണാവോ പ്രണവ് ഈശ്വരമംഗലത്തേക്ക് മടങ്ങി വരാതിരുന്നത് എന്ന് കളിയാക്കി വസുന്ധര നിധിയോട് ചോദിക്കുന്നു. അതെങ്ങനെയാണ്? ശിവാനിയും നിങ്ങളും ജ്യോതിർമയിയും കൂടി അവന്റെ ഉള്ളിൽ വിഷം നിറച്ച് വച്ചിരിക്കുകയല്ലേ? അതുകൊണ്ട് പ്രണവ് തിരിച്ചു വരണമെങ്കിൽ നിങ്ങളുടെ കള്ളത്തരങ്ങൾ അവൻ സ്വയം തിരിച്ചറിയുന്ന ഒരു ദിവസം അധികം വൈകാതെ ഉണ്ടാകും. അതൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരും സ്വത്തിനു വേണ്ടി ആരെയും തട്ടിക്കൊണ്ടുപോകുമെന്നും എന്ത് കള്ളത്തരങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് ജയിലിലാക്കുമെന്നും പ്രണവിനറിയാം. ഈശ്വരമംഗലത്തെ സ്വത്തുക്കൾ പ്രണവിന് കിട്ടാൻ വേണ്ടി അവന് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് വസുന്ധര വെല്ലുവിളിക്കുന്നു. അത് കേട്ട് നിധി പറയുന്നു, നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള പോലെയൊക്കെ പ്രണവിനെ സഹായിച്ചോ, അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്തൊക്കെ വിഷം നിറച്ച് പ്രണവിന്റെ മനസ്സിലേക്ക് കൊടുത്താലും എല്ലാവരെയും തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് അവൻ ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു വന്ന് ഞങ്ങൾ ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചിട്ടേ ഇവിടെ നിന്നും പോകൂ. ഗൗതമിനോട് നിധി പറയുന്നു, ഇന്ന് നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ്. ഇവരോട് സംസാരിച്ച് സമയം കളയാനില്ല എന്ന് പറഞ്ഞ് ഗൗതമും നിധിയും പോകുന്നു. പാർവതിയമ്മയോടും നിധി പറയുന്നു, അമ്മയും സമയം കളയാതെ എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ പോയി ചെയ്യ്. വസുന്ധരയെ പുച്ഛത്തോടെ നോക്കിയിട്ട് പാർവതിയമ്മയും പോകുന്നു. ഗൗതമിന് കിട്ടുന്ന പുതിയ ഒരു ബിസിനസ് പ്രൊജക്ടിനെ കുറിച്ച് ഓഫീസിലെ സജീവനോട് ഗൗതം പറയുന്നു. സജീവൻ ജ്യോതിർമയിയുടെ ഏജന്റാണ്. 500 കോടിയുടെ പ്രൊജക്റ്റാണെന്നും 16-ാം തീയതി അതിന്റെ കരാറിൽ ഒപ്പുവെക്കുമെന്നും 27-ാം തീയതി ഭൂമി പൂജ ഉണ്ടാകുമെന്നൊക്കെ ഗൗതം സജീവനോട് പറയുന്നു. സജീവൻ അറിഞ്ഞ ഉടനെ എല്ലാ കാര്യങ്ങളും ജ്യോതിർമയെ അറിയിക്കുന്നു. ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ CKC കെട്ടിയിട്ട് പീഡിപ്പിച്ച പ്രണവ് ഇപ്പോഴും ശിവാനിയുടെയും ജ്യോതിർമയുടെയും വാക്കുകേട്ട് അവിടെ നിന്ന് അവരോടൊപ്പം ഗൗതമിനെ ചതിക്കാൻ കൂട്ടുനിൽക്കുന്നു. ഐശ്വര്യ എന്ന ഒരു പെണ്ണിനെ വെച്ച് ശിവാനിയുടെ അച്ഛനോടുള്ള സഹതാപത്തിൽ ഗൗതം അവനോടൊരു നാടകം കളിച്ചു. അതിനാണ് അവന് ഗൗതമിനോട് ഇത്രയും കലിപ്പ്. എന്നിട്ടോ അതേ വിഷം തൊപ്പുന്ന ശിവാനിയെ വീണ്ടും ഭാര്യയായി കൊണ്ടു നടക്കുന്നു. CKC ജയിലിൽ കിടന്ന് ഗൗതമിന്റെ ബിസിനസ് തട്ടിയെടുക്കാനുള്ള പദ്ധതി ജ്യോതിർമയിയോട് പറയുന്നു. മക്കളുമില്ല, മരുമക്കളുമില്ല. എന്നിട്ടും CKCക്കും ജ്യോതിർമയിക്കും എത്ര സ്വത്ത് കിട്ടിയിട്ടും മതിയാകുന്നില്ല. ഗൗതം ഒപ്പിടുന്ന പുതിയ ബിസിനസ് കരാറിൽ കൂടി ഗൗതമിനെ കൊണ്ട് പ്രണവിന് സ്വത്ത് കൊടുക്കുന്നതിനായുള്ള കള്ള ആധാരം ചെയ്യാനാണ് CKCയുടെ പദ്ധതി. അതിനു കൂട്ടായി വസുന്ധരയെ കൂട്ടുപിടിക്കുന്നു. കള്ള ആധാരം ചെയ്യുന്ന ഒരുത്തനുമായി വസുന്ധരയ്ക്ക് നല്ല ബന്ധമുണ്ടെന്ന് CKC പറയുന്നു. ജ്യോതിർമയിയോട് വസുന്ധരയെ ചെന്ന് കാണാനും പറയുന്നു. CKCയെ ജാമ്യത്തിലിറക്കാൻ അഡ്വക്കേറ്റിനെ കാണുന്ന ജ്യോതിർമയി സ്വയം കുറ്റമേറ്റെടുത്ത വീഡിയോ കോടതിയിലുള്ളപ്പോൾ എങ്ങനെ ജാമ്യം കിട്ടുമെന്ന് അഡ്വക്കേറ്റ് ചോദിക്കുന്നു. ജയിലിൽ കിടന്നും CKC നിധിയോട് തോൽക്കാൻ പോവുകയാണ്. പുറത്തുനിന്നും നിധിക്കും ഗൗതമിനുമെതിരെ പലതും ചെയ്തിട്ടും അവസാനം നാണം കെട്ട് തോൽക്കുന്ന CKCയാണ് ഇപ്പോൾ ജയിലിനകത്ത് കിടന്ന് ചെയ്യാൻ പോകുന്നത്. പവിത്രനെ പോലുള്ളവർ ജയിലിലുള്ളതുകൊണ്ട് CKCയുടെ ഈ പദ്ധതിയും നിധി പൊളിച്ച് കയ്യിൽ കൊടുക്കും. വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.